സോ നാലാമത്തെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആണ് കമൻസാലിസം. കമൻസാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സ്പീഷീസ് ബെനിഫിറ്റ് ആൻഡ് അതർ ഈസ് നൈദർ ഹാം ഓർ ബെനിഫിറ്റഡ്. കമൻസാലിസത്തിൽ പറയുന്നത് ഒരു സ്പീഷീസിന് മാത്രം ബെനിഫിറ്റ് കിട്ടുന്നു, മറ്റേ സ്പീഷീസിന് ബെനിഫിറ്റുമില്ല ഹാമുമില്ല ദോഷവുമില്ല. സോ ഈ രണ്ട് സ്പീഷീസിൻ്റെ ഇൻട്രാക്ഷനിൽ ഒരു സ്പീഷീസിന് മാത്രം ബെനിഫിറ്റ് കിട്ടുകയും മറ്റേ സ്പീഷീസിന് ബെനിഫിറ്റും കിട്ടുന്നില്ല ദോഷവും ലഭിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷനാണ് കമൻസാലിസം. സോ കമൻസാലിസത്തിൽ ഒരു സ്പീഷീസിന് മാത്രം ബെനിഫിറ്റ് കിട്ടുന്നു, മറ്റേ സ്പീഷീസ് നൈദർ ഹാംഡ് ഓർ ബെനിഫിറ്റഡ്, ബെനിഫിറ്റുമില്ല ഹാമുമില്ല ദോഷവും സംഭവിക്കുന്നില്ല. സോ കമൻസാലിസത്തിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർക്കിഡ് ഗ്രോയിങ് as an epiphyte on mango branch. So epiphyte എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഗ്രോയിങ് ഓൺ അതർ പ്ലാന്റ്സ്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സുകൾ തന്നെയാണ്, മറ്റ് പ്ലാന്റ്സുകളിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റുകളാണ്. എന്നാൽ അവർ ഫുഡിന് വേണ്ടിയിട്ടല്ല മറ്റു പ്ലാന്റുകളിൽ അവർ ഗ്രോ ചെയ്യുന്നത്, ജസ്റ്റ് ഫോർ അക്കോമഡേഷൻ. സോ അവർക്കൊരു സ്പേസ് അല്ലെങ്കിൽ അക്കോമഡേഷന് വേണ്ടി മാത്രം മറ്റ് പ്ലാന്റുകളിൽ ഗ്രോ ചെയ്യുന്നവരെയാണ് എപ്പിഫൈറ്റ് എന്ന് പറയാം. സോ പ്ലാന്റ്സ് ഗ്രോയിങ് ഓൺ അതർ പ്ലാന്റ്സ് നോട്ട് ഫോർ ഫുഡ്, ജസ്റ്റ് ഫോർ അക്കോമഡേഷൻ. ഫുഡിന് വേണ്ടിയല്ല, പാരസൈറ്റിനെ പോലെ ഫുഡിന് വേണ്ടിയല്ല, ജസ്റ്റ് അക്കോമഡേഷന് വേണ്ടി മാത്രം മറ്റു പ്ലാന്റ്സുകളിൽ ഗ്രോ ചെയ്യുന്നവരാണ് എപ്പിഫൈറ്റുകൾ. സോ ഓർക്കിഡ് അതുപോലെ ഒരു എപ്പിഫൈറ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. സോ ഓർക്കിഡ് ഗ്രോയിങ് ആസ് എൻ എപ്പിഫൈറ്റ് ആയിട്ട് ഓർക്കിഡ് ഗ്രോ ചെയ്യുന്നത് എവിടെ? മാംഗോ ബ്രാഞ്ചുകളിൽ. സോ മാംഗോ ബ്രാഞ്ചുകളിൽ ഓർക്കിഡ് ഗ്രോ ചെയ്യുന്നു ഒരു എപ്പിഫൈറ്റ് ആയിട്ട്. സോ ഓർക്കിഡിന് ജസ്റ്റ് ഒരു അക്കോമഡേഷൻ മാത്രമേ ആ മാംഗോൻ്റെ ബ്രാഞ്ചിൽ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ന്യൂട്രീഷനോ ഫുഡോ അവർ റിസീവ് ചെയ്യുന്നില്ല. സോ ഇതിൽ ഓർക്കിഡിന് മാത്രം ബെനിഫിറ്റ് കിട്ടുന്നു. ഓർക്കിഡ് എന്ന് പറഞ്ഞ സ്പീഷീസിന് മാത്രം മാംഗോ ബ്രാഞ്ചിൽ നിന്ന് ഒരു അക്കോമഡേഷൻ കിട്ടുന്നു, അതൊരു ബെനിഫിറ്റ്. എന്നാൽ ഇവിടെ മാംഗോ ബ്രാഞ്ചിന് അല്ലെങ്കിൽ മാംഗോ ട്രീക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അപ്പാരൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റും മാംഗോ ട്രീക്ക് അവിടെ കിട്ടുന്നില്ല. സോ ഒരു സ്പീഷീസിന് മാത്രം, ഓർക്കിഡിന് മാത്രം ബെനിഫിറ്റ് കിട്ടുന്നു, മാംഗോ ട്രീക്ക് ബെനിഫിറ്റും കിട്ടുന്നില്ല, അതുപോലെ ഒരു ദോഷവും കിട്ടുന്നില്ല. രണ്ടാമത്തെ എക്സാമ്പിളാണ് കമൻസാലിസത്തിന് ബാർനക്കിൾസ് ഗ്രോയിങ് ഓൺ ബാക്ക് ഓഫ് എ വെയിൽ. സോ ബാർനക്കിൾസ്, വെയിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. സോ ആ വെയിലിൽ ഈ ബാർനക്കിൾസ് ഗ്രോ ചെയ്യുന്നു. സോ ആ ബാർനക്കിൾസിന് അവിടെയുള്ള വെള്ളത്തിലൂടെയുള്ള അതിൽ നിന്ന് പ്രിഡേറ്റേഴ്സിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവുന്നു. അത് കാരണം ഇത് വെയിലിൻ്റെ ബാക്കിലാണ് ഈ പറഞ്ഞ ബാർനക്കിൾസ് ഉള്ളത് കൊണ്ട്, അവർ ഗ്രോ ചെയ്യുന്നത് വെയിലിൻ്റെ ബാക്കിലായതുകൊണ്ട് ആ വെയിൽ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ആ വലിപ്പം കാരണം അതിൽ നിന്ന് പ്രിഡേറ്റേഴ്സ് നിന്ന് രക്ഷ നേടാനായിട്ട് ബാർനക്കിളിന് സാധിക്കുന്നു. സോ ഇവിടെ ബാർനക്കിളിന് മാത്രമേ അവിടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ, വെയിലിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും ഈ ബാർനക്കിളിൽ നിന്ന് കിട്ടുന്നില്ല. സോ ബെനിഫിറ്റും കിട്ടുന്നില്ല, ദോഷവും വരുന്നില്ല. മൂന്നാമത്തെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് കമൻസാലിസത്തിന് കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ. സോ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് കമൻസാലിസത്തിന് കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ. സോ കാറ്റിൽ എഗ്രറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളക്കോക്ക്, ഗ്രേസിംഗ് കാറ്റിൽ എന്ന് പറയുന്ന കന്നുകാലികൾ. സോ മേഞ്ഞു നടക്കുന്ന കന്നുകാലികളും അതിൻ്റെ മേലെ കാണുന്ന ഒരു വെള്ളക്കൊക്കും നമ്മൾ ഒരുപാട് റൂറൽ ഏരിയാസിലും ഫാം ഏരിയാസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, അവിടെ ഒരു മേഞ്ഞു നടക്കുന്ന കന്നുകാലിയും അതിൻ്റെ മേലെ ഒരു വെള്ളക്കൊക്കിനെയും കാണാം. അത് ഒരു ക്ലാസിക് എക്സാമ്പിളാണ് കമൻസാലിസത്തിന്. എങ്ങനെയാണ് അത് സഹായിക്കുന്നതെന്ന് നോക്കുക. സോ ഇവിടെ കാറ്റിൽ എഗ്രറ്റിനാണ് അവിടെ ബെനിഫിറ്റ് കിട്ടുന്നത്, ഒരു സ്പീഷീസിന് മാത്രമേ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. ഗ്രേസിംഗ് കാറ്റിലിന് അവിടെ യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ല. സോ കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിലിന് എന്ന് പറയുന്നത് ഈ മേയുന്ന കന്നുകാലികൾ ആ ഒരു വെജിറ്റേഷനിലൂടെ അവിടെ മൂവ് ചെയ്യുമ്പോൾ, എവിടെയാണോ അത് മേയുന്നത് അവിടെയൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മേലെ ഇരിക്കുന്ന ഈ വെള്ളക്കൊക്കിന് കാറ്റിൽ എഗ്രറ്റിന് എന്ത് ചെയ്യുന്നു, ഈ കന്നുകാലി നടക്കുന്ന ആ വഴികളിലൊക്കെ ഉള്ള ആ വെജിറ്റേഷനിലുള്ള ഇൻസെക്റ്റുകൾ അത് പോകുമ്പോൾ അത് സ്റ്റിർ ചെയ്ത് അവിടെയുള്ള ഇൻസെക്റ്റുകളൊക്കെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അത് മൂവ് ചെയ്യുന്ന ആ പാത്തിലുള്ള ഇൻസെക്റ്റുകളൊക്കെ ആ പുല്ലിൻ്റെ അവിടെയൊക്കെ ഉള്ളത് പുറത്തേക്ക് വരുന്നു. സോ ഈ കാറ്റിൽ എഗ്രറ്റിന് അല്ലാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടാണ് ഈ ഇൻസെക്റ്റുകളെ ക്യാച്ച് ചെയ്യാനായിട്ട്. സോ ഈ കന്നുകാലിയുടെ മേലെ ഇരുന്നു കൊണ്ട് ഈ വെള്ളക്കൊക്കെ അതിൽ മൂവ് ചെയ്യുമ്പോൾ, സോ കന്നുകാലിയുടെ ആ മൂവ്മെൻറ്റിനനുസരിച്ച് ഗ്രേസിങ് കാറ്റുകൾ ഗ്രേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവിടെയുള്ള ഇൻസെക്റ്റുകളൊക്കെ
ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. ആ ഇൻസെക്റ്റുകളെ ഈസിലി ഒബ്സർവ് ചെയ്ത് നമ്മുടെ കാറ്റിൽ എഗ്രറ്റ് അഥവാ വെള്ളക്കൊക്കിന് ക്യാച്ച് ചെയ്ത് പിടിക്കാവുന്നതാണ്. സോ അവിടെ കാറ്റിൽ എഗ്രറ്റിന് അതിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ഗ്രേസിംഗ് കാറ്റിലിന് ഒരു തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ല. സോ ഈ ഇൻസെക്റ്റുകളെ, താഴെയുള്ള ആ പുല്ലിലുള്ള അങ്ങനെയുള്ള ഇൻസെക്റ്റുകളെ ഈസിലി ഒബ്സർവ് ചെയ്യാനും പറ്റുന്നത്, വെജിറ്റേഷനിലുള്ള ഇൻസെക്റ്റുകളെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മുടെ ഗ്രേസിംഗ് കാറ്റിൽ അതിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. സോ കാറ്റിൽ എഗ്രറ്റിന് മാത്രമേ അവിടെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. ഇനി ഈ പറഞ്ഞ കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിലിനെ ചില ഇക്കോളജിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് അതൊരു തരത്തിലുള്ള പ്രോട്ടോ കോപ്പറേഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് അതിനെ ബിലീവ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിവിടെ കമൻസാലിസത്തിലാണ് ഇതിൽ പഠിക്കുന്നത്. ഒരു സ്പീഷീസിന് മാത്രം ബെനിഫിറ്റ് കിട്ടുകയും മറ്റേ സ്പീഷീസിന് ബെനിഫിറ്റും കിട്ടുന്നില്ല, ദോഷവും വരുന്നില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ കാറ്റിൽ എഗ്രറ്റും ആൻഡ് ഗ്രേസിംഗ് കാറ്റിലും പഠിക്കുന്നത്. എന്നാൽ ചില ഇക്കോളജിസ്റ്റിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള റിലേഷൻ എന്നത് ഒരു പ്രോട്ടോ കോപ്പറേഷൻ്റെ ഒരു കേസാണ്. പ്രോട്ടോ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള, ഫാക്കൾട്ടേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ്. അവരുടെ അഭിപ്രായത്തിൽ ഈ കാറ്റിൽ എഗ്രറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഗ്രേസിംഗ് കാറ്റിലിൻ്റെ മേലെയുള്ള ടിക്സ്, ലൈസ്, ആ ചെള്ള് അല്ലെങ്കിൽ പെയിൻ പോലെ അതിനെയൊക്കെ അത് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു കാറ്റിൽ എഗ്രറ്റ് എന്നാണ് അവരുടെ ഒരു അഭിപ്രായത്തിൽ. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രോട്ടോ കോപ്പറേഷനാണ് അവരതിൽ പറയുന്നത്. സോ നിർബന്ധിതമല്ലാത്ത മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്, ഇവർക്ക് തമ്മിൽ മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ട്, എന്നാൽ അതൊരു കമ്പൽസറി അല്ലാത്ത, നോൺ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ പറഞ്ഞ സെർട്ടൺ ഇക്കോളജിസ്റ്റ് ഇതിനെ ബിലീവ് ചെയ്തിട്ട് ഇതിനെ പ്രോട്ടോ കോപ്പറേഷനിൽ പെടുത്തിയിരിക്കുന്നത്. സോ നമ്മളിവിടെ പറയുന്നത് മെയിനായിട്ട് കമൻസാലിസത്തിലാണ് ഒരു സ്പീഷീസിന് മാത്രം ബെനിഫിറ്റ് കിട്ടുന്നു, മറ്റേ സ്പീഷീസിനില്ല. സോ ഇവിടെ കാറ്റിൽ എഗ്രറ്റിന് മാത്രം ഈ ഗ്രേസിംഗ് കാറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വെജിറ്റേഷനിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് വരുന്ന ഇൻസെക്റ്റുകളെ ഒബ്സർവ് ചെയ്ത് ക്യാച്ച് ചെയ്ത് പിടിക്കാനായിട്ട് കാറ്റിൽ എഗ്രറ്റിന് സാധിക്കുന്നു. വേറെ തരത്തിലുള്ള ഒരു ബെനിഫിറ്റും ഈ പറഞ്ഞ ഗ്രേസിംഗ് കാറ്റിൽ കിട്ടില്ല. ഈ ചില ഇക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ മാത്രമാണ് ഇതൊരു പ്രോട്ടോ കോപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത എക്സാമ്പിളാണ് കമൻസാലിസത്തിൽ സീ അനിമോൺ അതുപോലെ അതിൻ്റെ ക്ലൗൺ ഫിഷ്. സീ അനിമോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് സ്റ്റിങ്ങിങ് ടെൻഡക്കിൾസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് അനിമൽ കിങ്ഡത്തിൽ. സോ സീ അനിമോണിൻ്റെ പ്രത്യേകത അതിന് സ്റ്റിങ്ങിങ് ആയിട്ടുള്ള ടെൻഡക്കിൾസ് ഉണ്ട്. ആ സ്റ്റിങ്ങിങ് ടെൻഡക്കിൾസിൽ നമ്മുടെ ക്ലൗൺ ഫിഷ് അക്കോമഡേറ്റ് ചെയ്യണം. സോ ഇവർ ലിവിങ് ടുഗദർ പോലെയാണ്. സോ സീ അനിമോണും ക്ലൗൺ ഫിഷും ലിവ് എമംഗ് ദം. ഈ സ്റ്റിങ്ങിങ് ടെൻഡക്കിൾസിലാണ് നമ്മുടെ ഈ പറഞ്ഞ ക്ലൗൺ ഫിഷ് നിൽക്കുന്നത്. സോ എന്താണ് ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ക്ലൗൺ ഫിഷിനാണ് ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്നത്. എങ്ങനെയാണ് നോക്കിയേ, ദ ക്ലൗൺ ഫിഷ് ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം പ്രിഡേറ്റേഴ്സ്. സോ പ്രിഡേറ്റേഴ്സ് നിന്ന് ഈ ക്ലൗൺ ഫിഷിന് എന്താണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നു, കാരണം സീ അനിമോണിലുള്ള ഈ സ്റ്റിങ്ങിങ് ടെൻഡക്കിൾസ്. സോ പ്രിഡേറ്റേഴ്സ് സ്റ്റേ അവേ ഫ്രം ദ സ്റ്റിങ്ങിങ് ടെൻഡക്കിൾസ് ഓഫ് സീ അനിമോൺ. സോ പ്രിഡേറ്റേഴ്സ് ഈ സീ അനിമോണിൻ്റെ സ്റ്റിങ്ങിങ് ടെൻഡക്കിൾസിൽ നിന്ന് മൂവ് ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് വരാണ്ട് ദൂരെ പോകുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ക്ലൗൺ ഫിഷിന് പ്രിഡേറ്റേഴ്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. സോ ഇവിടെ അപ്പാരൻ്റ് ആയിട്ട് ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്, ക്ലൗൺ ഫിഷിനാണ്. സോ സീ അനിമോണിന് ഇതിൽ യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ല. സോ ഇതുപോലെ രണ്ട് സ്പീഷീസിൽ ഒരു സ്പീഷീസിന് മാത്രം ബെനിഫിറ്റ് കിട്ടുകയും മറ്റൊരു സ്പീഷീസിന് ബെനിഫിറ്റും കിട്ടുന്നില്ല, അതുപോലെ ദോഷവും വരുന്നില്ലെങ്കിൽ അതുപോലത്തെ തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് കമൻസാലിസം.